മംഗളൂരുവിലെ സംഘപരിവാറിന്റെ വിദ്വേഷക്കൊലയിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അടിയന്തര നടപടിയെടുക്കാത്ത മംഗളൂരു റൂറൽ പോലീസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ് സസ്പെൻഷൻ. ബിജെപി നേതാവിന്റെ പ്രകോപന പ്രസംഗമാണ് ആക്രമണത്തിന് കാരണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് കുമാർ ആരോപിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് മംഗളൂരു കുടുപ്പുവിൽ വെച്ച് അഷറഫിനെ സംഘപരിവാർ പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിച്ചു കൊന്നത്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു. കുടുപ്പു ഗ്രൗണ്ടിലെ പ്രാദേശിക ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിനിടെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തെക്കുറിച്ച് ദീപക് എന്നയാൾ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചിരുന്നു. മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കും ജീവനക്കാർക്കും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടും നടപടിയെടുത്തില്ല. ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചില്ലെന്നും പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്തു. മംഗളൂരു റൂറൽ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര പി, കോൺസ്റ്റബിൾ യെല്ലലിംഗ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് കുമാർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരെ ബിജെപി നേതാവ് പിസ്റ്റൾ രവി നടത്തിയ പ്രകോപനപരമായ പ്രസംഗം കൊലപാതകത്തിന് കാരണമായതായി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് കുമാർ ആരോപിച്ചു. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മംഗളൂരുവിലും പരിസരത്തും പ്രതിഷേധം തുടരുന്നു. മീഡിയ 1 കാസർഗോഡ്.